ത്തിലെ മിമിക്രി കലാകാരന്മാരെ തിരിച്ചറിയുന്നവരുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള മിമിക്രി കലാകാരൻ ശ്രീ സാജു കൊടിയൻ. പ്ലീസ് കം. സാജുവിനെ കാണുമ്പോൾ നമ്മൾ ഓർമ്മ വരുന്നത് നമ്മുടെ പഴയ പ്രധാനമന്ത്രിയെയാണ് അല്ലേ? ഈ വാജ്പേയി അവതരിപ്പിച്ചുകൊണ്ടാണോ സത്യത്തിൽ സാജു പോപ്പുലറായത്, അല്ലെങ്കിൽ താത്തയാണോ? ഏതാണ് സാജുവിൻ്റെ പോപ്പുലർ നമ്പർ? താത്തയെ അനുകരിച്ചുകൊണ്ടാണ് ഒരു പിടിവള്ളിയായിട്ട് നമ്മൾ ഇതിനകത്തേക്ക് വന്നത്. പിന്നെ നമ്മളൊരു സ്വന്തമായിട്ടൊരു വാജ്പേയി എന്നുള്ളൊരു സംഭവം ഉണ്ടാക്കിയെടുക്കുകയും ചെയ്തു. ഈ വാജ്പേയിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്തിലാണ്? നിപ്പിലാണോ, നോട്ടത്തിലാണോ, ചിരിയിലാണോ? അല്ല, ടൈമിംഗ് ഇല്ല, അതാണ്. അതെങ്ങനെയാണെന്ന് നമുക്ക് എല്ലാവർക്കും പ്രസംഗിക്കുമ്പോഴായിട്ട് അല്ലെങ്കിൽ ഒരു വേദിയിൽ വരുമ്പോൾ നമുക്കൊരു ടൈമിംഗ് ഉണ്ടാവും. അതായത് ഇപ്പം ഇങ്ങനെ ഒരു മൈക്ക് നിൽക്കുകയാണെങ്കിൽ നമ്മൾ ഈ ആൾക്കാരെല്ലാവരും ഇങ്ങനെ നോക്കി നമ്മൾ നേരെ വന്നിട്ടാണ് പ്രിയമുള്ളവരെ ഇങ്ങനെ പറയാം. അതാണ് സാധാരണ മാനുഷികമായി. ഇദ്ദേഹത്തിന് അങ്ങനെയല്ല. ഒന്ന് മൈക്ക് പിടിക്കൂ പ്ലീസ്. പാകിസ്ഥാൻ പ്രധാനമന്ത്രി അവിടെ നിന്ന് തുടങ്ങുന്നത്. താങ്ക് യു. സാജു കൊടിയൻ ഇനിയും ഒരുപാട് ഒരുപാട് വേദികളിലൂടെ കേരളീയരുടെ മനസ്സിൽ എന്നും നിലനിൽക്കുന്ന ഒരു ഇപ്പോഴും ഉണ്ട്. അത് സാജു കൊടിയൻ്റെ ദിനങ്ങൾ, അതായത് ഒരു വലിയ വിജയം സാജു കൊടിയന് സിനിമാ രംഗത്തും ഈ കലാരംഗത്തും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. കൊടിയനല്ല കേട്ടോ, കൊടിയൻ. കൊടിയൻ.